Let's get ready with us for Sisters Day Out. വീഡിയോ ഒറ്റൊരു ശ്വാസത്തിൽ എടുത്തിടണമായിരുന്നു കേട്ടോ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഫോണിലത്തെ സ്റ്റോറേജ് എങ്ങനെ നോക്കിയിട്ട് സമ്മതിച്ച് തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പാർട്ടാക്കിയിട്ടാട്ടോ ഇട്ടത്. ഫസ്റ്റത്തെ പാർട്ട് ഫുള്ളും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ഞങ്ങളെ പ്രോഗ്രാമും അതിന് പോകാനുള്ളതും പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതും പോക്കും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അതാട്ടോ ഇന്ന് ഇതിൽ കാണുന്നത്. അങ്ങനത്തെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആവായിരുന്നു കേട്ടോ. അപ്പോൾ തീമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആ തീമിന് സെറ്റായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ട്വിന്നിങ് ആയിട്ടായിരുന്നു കേട്ടോ ചെയ്തത്. സെയിം ഔട്ട്ഫിറ്റും ആക്സസറീസും മേക്കപ്പൊക്കെ ആയിട്ട് ഞങ്ങളെ തീമിന് സെറ്റാവുന്ന ഒരു മേക്ക് ഓവറും ഔട്ട്ഫിറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് വെയർ ചെയ്യുന്നത്. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഔട്ട്ഫിറ്റും ആക്സസറീസും മേക്കപ്പൊക്കെ. ഇനി ഞങ്ങൾ പ്രോഗ്രാമിന് പോയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് കൊറേ ഇതുണ്ടാവും, ബാഗ് ഉണ്ടാവും. അതെ, സോ ഓർഗനൈസ്ഡ് പീപ്പിൾസ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ടൈം 3:30 ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ഞങ്ങൾ 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള പ്രോഗ്രാമിൻ്റെ ലഗേജുകളാട്ടോ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2 ആഴ്ചൻ്റെ കാര്യം പറയേണ്ടതോ കാണേണ്ടതോ അവസ്ഥയെ വരില്ല കേട്ടോ. പെട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെതാ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പപ്പനെ കാത്തുക്കായിരുന്നേ. അങ്ങനെതാ പിന്നെ പപ്പയും വന്നു. പിന്നെ സിസ്റ്റേഴ്സ് ഡേ ഔട്ടാണ് പറഞ്ഞാലും പപ്പയും മമ്മിയും ഗ്രാനിയും ഇല്ലാത്ത കളിയില്ല, അതൊരിക്കലും അങ്ങോട്ട് നടക്കില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനി. സോ ഞങ്ങൾ പ്രോഗ്രാം സെറ്റാക്കിയത് നമ്മുടെ ബോട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചിട്ടാട്ടോ. അപ്പം ഞങ്ങൾ പോട്ടെ ഗൈസ്. നല്ല അടിപൊളി ബാക്കി പറയും, നല്ല അടിപൊളി പ്ലേസ് ആണ് ഗൈസ് കിട്ടിയത്. ഗൈസ് ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, അതെ, ഈ ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലേസ് മൊത്തമായിട്ട് ഞങ്ങൾ റിസർവ് ചെയ്ത് വെച്ചതായിരുന്നു. സോ ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം തന്നെ. കാരണം ഞങ്ങൾ മാനാഞ്ചറായിരുന്നു ഫസ്റ്റ് സെറ്റ് ആക്കിയത്. പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇവിടത്തേക്ക് പ്ലേസ് സെറ്റാക്കായിരുന്നു. ഇതായിട്ടൊരു പ്രോബ്ലം പറ്റി. കുറച്ച് കുന്ന് കയറാനുണ്ടായിരുന്നു. അതിൻ്റെ ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ഞങ്ങളുടെ മേക്ക് ഓവറൊക്കെ ഒലിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. അയ്യ ഞാൻ ഞങ്ങൾ ബാക്കിൽ വന്ന് കുറേ ആൾക്കാരെ കാണുന്നില്ല, എല്ലാവരും മിസ്സാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കയറിയിട്ട് വരാം. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളെ കൂടെ വന്ന വെല്ലിമനെ പിന്നെ കാണാനില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വെല്ലിമനെ കണ്ടെത്തുന്നത് ഏതോ അറ്റത്തു നിന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച പ്ലേസിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെയായി. ടൈമും കുറച്ചായി. ഇനി എപ്പം സ്റ്റാർട്ട് ചെയ്യുള്ളത് അറിയില്ല. ഇതിങ്ങനെ തോരണ്ട് നടക്കാൻ നീണ്ട വഴികൾ തോരണ്ടേ. ബാക്കിൽ വന്ന വല്യമ്മ ഇപ്പം ഓരോന്നും കാണില്ല. ഓരോക്കെ എവിടെ പോയുള്ളത് അറിയില്ല. ഞങ്ങളെന്തായാലും വേഗം നടക്കുന്നുണ്ട്. സാരമില്ല, ചെറുതായിട്ടൊന്നും നനഞ്ഞു, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഞങ്ങളെടുത്ത സ്ഥലം. നല്ല നൈസ് സീനറി അല്ലേ. പക്ഷെ ഇവിടെ നിന്ന് ഞങ്ങൾ ആരെങ്കിലും ഓടിക്കുള്ളത് അറിയില്ല കേട്ടോ. അലൗഡാണോ ഉള്ളതും അറിയില്ല. എന്തായാലും ഇതങ്ങോട്ട് ഫിക്സ് ചെയ്തു. പ്ലേസ് സെറ്റായതിനു ശേഷം ഞങ്ങൾ പിന്നെ ഫുൾ ബിസി പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. തീം സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ എന്ത് തീമാണോ എങ്ങനെയാണോ കണ്ടത് അത് അതേപോലെ തന്നെ വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും 100 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തീമും ഞങ്ങളെ ഈ ഒരു ഔട്ട്ഫിറ്റും ആക്സസറീസൊക്കെ തമ്മിൽ ചേരുന്നുണ്ടോ ഉള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം വിലപ്പെട്ടതാട്ടോ. ഓൾമോസ്റ്റ് ഞങ്ങൾ വിചാരിച്ച അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങളെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം കേട്ടോ.
എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് ഇരുന്ന് ചിരിക്കായിരുന്നു കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ആകുമ്പോൾ ഞങ്ങൾക്ക് ഓവർ ക്യൂട്ട്നെസ്സും വീഡിയോ സ്റ്റോപ്പായി കാണുമ്പോൾ ഞങ്ങളെ ഫേഷ്യൽ എക്സ്പ്രഷൻ മൊത്തം നാഗവല്ലിയിലേക്കും ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ ഇവർ 3 ആൾക്കാരായിരുന്നു കേട്ടോ ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫേഴ്സ്. ഇന്നത്തെ സെലിബ്രിറ്റീസ് മൊത്തം ഞങ്ങളായിരുന്നു കേട്ടോ. ലൈം ലൈറ്റിൽ ഞങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങളെ ചുറ്റും അതാ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിരുന്നേ. കൂടുതൽ നേരം ഫോട്ടോസും വീഡിയോസും ആയപ്പോൾ ഞങ്ങളെ കേക്കിന് ഊരൊടിഞ്ഞ അവസ്ഥയിലായിരുന്നു കേട്ടോ. കേക്ക് മൊത്തമായിട്ട് ഊരൊടിഞ്ഞ് ചെരിഞ്ഞു പോയിട്ടോ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളതാ ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, കാരണം ഇത്ര നേരം വീഡിയോസും ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ പ്ലാനിങ് ഇത്ര അടിപൊളിയായിട്ട് വരുമെന്നുള്ളത്, ഇത്രയ്ക്ക് വൈബും ഇത്രയ്ക്ക് സെറ്റാവുള്ളത് ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നേ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വിചാരിച്ചു കേട്ടോ ഇനിയും ഇതേപോലെയൊക്കെ ചെയ്യണമുള്ളത്. പിന്നെ അത് തിന്ന് കഴിഞ്ഞതിന് ശേഷം ഇനി അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു കേട്ടോ. തിന്നങ്ങോട്ട് എണീച്ച് പോകാൻ പറ്റില്ലല്ലോ, ക്ലീൻ ചെയ്യേണ്ട. അങ്ങനെ അത് ക്ലീനൊക്കെ ചെയ്ത് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. സോ ഗൈസ്, ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്ത്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഇതേപോലെ എന്തെങ്കിലും അതെ ഭ്രാന്തൻ പരിപാടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിർത്തി പോവുകയാണ് ഗൈസ്. ബൈ ബൈ, സീ യു.